അങ്ങനെ ഗിർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിരിക്കുകയാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജെ കെ. ജെ കെ അല്ല, ഒറിജിനൽ ജെ കെ. അപ്പോൾ ഈ ജെ കെനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെ കെ എസ്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ആണും പെണ്ണും സിനിമയിൽ നമ്മുടെ ജോജു ചേട്ടൻ്റെ ഷോർട്ട് ഫിലിം ചെയ്തത് ജെ കെ ആണ്. അപ്പോൾ ഭയങ്കര മേക്കറാണ്, ഭയങ്കരമായിട്ട് സിനിമ മേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്, ഒരു കോമഡി അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ എസ്ര കണ്ടവർക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡയറക്ടർ ഒരു കോമഡി ചെയ്യുക എന്നുള്ളൊരു സംഭവം, പിന്നെ അതേപോലെ ആ കോമഡീൻ്റെ കോൺസെപ്റ്റ് തന്നെ ഒരു ഒരു സിംഹം, സിംഹത്തിൻ്റെ മടയിൽ അകപ്പെട്ടു പോയ ഒരാൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കോൺട്രവേഴ്സി, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ചലഞ്ചിങ് ആണ്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം കോൺസെപ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പടമാണ്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് ഞാനിപ്പോൾ വലിയ സംഭവമായിട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യും അങ്ങനെ എന്നല്ല പറയണത്. ആസ് എൻ ഓഡിയൻറ്റ് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. അതായത് ഇതിൽ ഒരുപാട് ചെയ്യാണ്ടായിരുന്നു, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഭയങ്കര രസമായി തോന്നി. ആ തുടക്കം വന്ന് ആ എത്തുന്നത് വരെ, ആ മെയിൻ കണ്ടൻറ്റിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഈ സുരാജ് ചേട്ടനും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻസൊക്കെ ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ. അത് കാണാനായിട്ട് നമുക്കൊരു എന്തോ ഒരു സന്തോഷം, കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന രണ്ടാൾക്കാരാണ്. പിന്നെ ഇതിൽ കുഞ്ചാക്കോ ബോബനാണെങ്കിൽ നമ്മൾ പല സിനിമയിലും, ഇപ്പോൾ ഞാൻ പേഴ്സണലി മൂപ്പര് കള്ളുടിയനായിട്ട് അഭിനയിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം അത് മിക്കവാറും ഭാഗങ്ങളിൽ കൊളാക്കാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമ്മളുടെ കൂടെ ഉള്ളവർ, ഇപ്പോൾ നമ്മളുടെ കൂടെ കള്ളുടിയന്മാർ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇവർ മാന്യന്മാരായ കള്ളുടിയന്മാരുണ്ടാവും കുറച്ച്. അവരുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അവരുടെ ആക്ഷൻസ് ആണെങ്കിലും എല്ലാത്തിലും ഒരു 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 ഒഴുക്കുണ്ടാവും. ആ ഒഴുക്ക് ഭയങ്കര രസമായിട്ട് ഇതിൽ കുഞ്ചാക്കോ ബോബൻ പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓൾവേസ് ചോക്ലേറ്റ് ഹീറോ ആണ്. അപ്പോൾ മൂപ്പരെ ഫ്ലാഷ് കട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഏജ് കുറച്ച് കാണിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോഴും യൂത്ത് ഐക്കൺ എന്ന് പറയുന്നൊരു ആളാണ്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു വന്നത്, ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇത് പല പല ലെയറുകളിൽ പല പല ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നാമത് പ്ലേസ് ചെയ്തിരിക്കുന്ന ജോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി ത്രില്ലറാണ്. അപ്പോൾ ത്രില്ലർ മാറ്റി വയ്ക്കാം. ത്രില്ലർ ഓൾറെഡി നമുക്ക് ആ ഒരു മോഡിക്ക് ആ ഒരു സിനിമയുടെ ഒരു ഒരു മോൾഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു കോമഡി എന്നുള്ള രീതിയിൽ ഇനി ഒരുപാട് ചെയ്യായിരുന്നു. നമുക്ക് എല്ലാം വളരെ പെട്ടെന്നായിപ്പോയി. 2 മണിക്കൂർ അതിൻ്റെ റണ്ണിങ് ടൈം ഉള്ളൂ. അത് വേണ്ടായിരുന്നില്ല, വേണമെങ്കിൽ ഒരു 2.5 മണിക്കൂർക്ക് ഇത് പോകുമായിരുന്നു. പോയിട്ട് നമുക്ക് കുറച്ചും കൂടെ ചിരിക്കാനുള്ള വക ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഇതിൽ ഒരുപാടുണ്ടായിരുന്നു. അത് ഒന്നും കൂടെ, ഇപ്പോൾ നമ്മൾ പറയില്ല സ്ക്രിപ്റ്റിൽ ഒന്നും കൂടി ഇരുന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയണ പോലെ, ഇതൊരു അഹങ്കാരമായിട്ടൊന്നും കൂട്ടരുത്, ഞാൻ കണ്ടുകൊണ്ട് പറയണതാണ്. നമുക്കത് നമ്മൾ ആഗ്രഹിച്ച് കുറച്ചും കൂടെ നമുക്ക് വേണമായിരുന്നു. ആ സൂലുള്ള സീൻസൊക്കെ കുറച്ചും കൂടെ ആവായിരുന്നു എന്ന് തോന്നി. പിന്നെ അതേപോലെ ഇതിലെടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഓൾറെഡി ഇതിൽ അഭിനയിച്ചുള്ള സുരാജ് ചേട്ടനാണെങ്കിലും കുഞ്ചാക്കോ ബോബനാണെങ്കിലും മഞ്ജു പിള്ളയാണെങ്കിലും എല്ലാവരും അവരുടേതായ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരുപാട് ലൂപ്പ് ഹോളുകളുണ്ട്. പിന്നെ ഇത് ലോജിക്കൊന്നും അങ്ങനെ നോക്കാതെ കാണാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോഴും എന്നെ ഹുക്ക് ചെയ്ത 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നായി തന്നെ പറയാം, അത് നമ്മുടെ ശോഭി തിലകൻ ചേട്ടനാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി തുടക്കത്തിൽ അവിടെ കേട്ട് ഫോട്ടോയും പരിപാടി കാണുമ്പോൾ ഞാൻ അത് ഷമ്മി തിലകൻ ചേട്ടനാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ അത് ഷമ്മി ചേട്ടനായിരുന്നില്ല, അത് ശോഭി ചേട്ടനായിരുന്നു. അപ്പോൾ മൂപ്പരെനിക്ക് കുറച്ചും കൂടെ, അതായത് തിലകൻ ചേട്ടൻ ചെയ്യുന്ന കോമഡികൾ ആയിട്ട് കുറച്ചും കൂടെ സാമ്യം എനിക്ക് ആളെ തോന്നി. ആൾ ചെയ്യണത് കോമഡി അല്ലെങ്കിലും ആളുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ലെയർ പോകുന്നുണ്ട്, ഒരു കോമിക് ലെയർ പോകുന്നുണ്ട്. ആ ലെയർ ആൾ ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു സംഭവമാണ് എന്നെനിക്ക് തോന്നി. പിന്നെ എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ളത് ശ്രുതി രാമചന്ദ്രനാണ്. എത്ര പേര് അത് കണ്ടവരെത്ര പേര് മിക്കവർക്ക് ശ്രദ്ധിക്കാൻ സാധ്യത ഉണ്ട്. ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആയിപ്പോയത് ശ്രുതി രാമചന്ദ്രനുമുള്ള, കാരണം അത് അഭിനയിച്ചതിൻ്റെ പ്രശ്നമാണ്. അതായത് ഗംഭീരമായിട്ട് അഭിനയിച്ചു, പക്ഷേ ആ അഭിനയിച്ച സാധനത്തിനുള്ള ഒരു മരുന്ന് കൊടുത്തില്ല. അതായത് ഷോട്ടൊക്കെ ഇപ്പം അതിൽ ഇറങ്ങി പുറത്തേക്ക് ഓടുന്ന ഷോട്ടൊക്കെ ഉണ്ട്. ആ ഷോട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോകുന്നു. പക്ഷേ അതൊക്കെ അവിടെ കട്ട് ചെയ്തു. നേരെ മറിച്ച് മൂപ്പത്തേക്ക് ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ, ആ ഫ്രെയിം അവിടെ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒസാതി പെർഫോമൻസ് ആയിരുന്നു. അതായത് നമ്മൾ ഈ കോമഡി, ഇപ്പം ഈ ലളിത ചേച്ചിയൊക്കെ ചെയ്തിരുന്ന ഒരു കോമഡി സാധനം ഉണ്ടല്ലോ, ഗോഡ് ഫാദറിലൊക്കെ മറ്റേ സാരിയൊക്കെ മടക്കി കുത്തിയിട്ടുള്ള അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നൊരു ആർട്ടിസ്റ്റ് ഇപ്പം ഇല്ല നിലവിൽ. പക്ഷേ ആ ഒരു ഗ്യാപ്പ് ശ്രുതി രാമചന്ദ്രൻ നികത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം
അസാധ്യമായിട്ട് കോമഡി ടൈമിംഗ് ഉള്ള കോമഡി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യായിരുന്നു. കാരണം ഇതിപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഈ ജഗതി ചേട്ടനൊക്കെ ചിലപ്പോൾ 2 സീനൊക്കെ ആവും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ സെറ്റിൽ വന്നിട്ട് ആളുടെ പെർഫോമൻസ് കൊണ്ട് അതൊരു 5, 6, 10 സീനൊക്കെ ആയിട്ട് കൂടാറുണ്ടെന്ന്. അങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അത് ചെയ്യായിരുന്നു. കാരണം അത് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, നമ്മൾ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. ഈ ക്യാരക്ടർ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് പെർഫോം ചെയ്യാൻ കിട്ടും, ഇത് ഒരുപാട് ചിരിപ്പിക്കും എന്നൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ വിചാരിച്ചത്. ഞാൻ ആകെ നോക്കിയത് ഈ ഒരൊറ്റ ക്യാരക്ടറാണ്. കുഞ്ചാക്കോവൻ്റെ ഫസ്റ്റ് ഹാഫിൽ ആ ആക്ടിങ്ങും പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഓക്കെ ഇവർ രണ്ടാളും എന്ത് ചെയ്യുന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ശ്രുതി രാമേന്ദ്രൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തു. കാരണം നമുക്കൊരു പ്രതീക്ഷ തന്നു, അതായത് ഇത്തരം സിനിമകൾ ഇനിയും വരും, ഇനി വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ശ്രുതി രാമേന്ദ്രൻ പോലുള്ള ഒരു ആക്ട്രസിൻ്റെ കയ്യിൽ ഈ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിരിപ്പിക്കാൻ പറ്റും. കാരണം 37 ലുക്കും 37 ചെയ്ത പടങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ കോമഡി വർക്ക് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണെന്നുള്ളത്. അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമേനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു 1 ടൈം വാച്ചബിൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് അനുഭവമൊന്നും ഞാൻ പറയില്ല, കാരണം അത് കുറച്ചൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ ഇത് മറ്റേ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഈ പടം കാണാൻ പോവുകയാണെങ്കിൽ ഇത് സംഭവം രസമായിരിക്കും. കാരണം അവർക്ക് വർക്കാവും. ഇതൊരു സൂവും പരിപാടിയും സിംഹവും അങ്ങനത്തെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ ആ സ്ട്രഗിളിങ്ങിനനുസരിച്ചിട്ടുള്ളൊരു ഔട്ട്കം വന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ പടത്തിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. എനിക്ക് ആസ് എ ഓഡിയൻ ഞാൻ തൃപ്തനല്ല. കാരണം ഈ ഡയറക്ടറെയും ഈ ക്രൂവും അല്ലെങ്കിൽ ഈ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടിയിട്ടും നമുക്ക് ആ ആർട്ടിസ്റ്റുകളൊന്നും വേണ്ട പോലെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഓവർ ലോജിക് മിസ്റ്റേക്കുകൾ പോലെ കുറേ സംഭവങ്ങൾ, പിന്നെ പറയാൻ പാടില്ല എന്നാലും കുറേ കണ്ടിന്യൂറ്റിയുടെ കുറേ അവിടെ ഇവിടെയും മിസ്റ്റേക്കുകൾ, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് എവിടേക്കോ ചീറ്റിപ്പോയ, ഭയങ്കരമായിട്ട് എഴുത്തിൽ ചീറ്റിപ്പോയ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്.